അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കേതായാലും പുറത്തോട്ട് ഇറങ്ങാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് തുറന്നിട്ട് ഫസ്റ്റ് നിങ്ങൾ ഇതുപോലെ ഞാൻ സ്പീഡ് മെയിനായിട്ട് ഫുള്ളിലോട്ട് ആക്കിയിരിക്കുകയാണ്. നമുക്ക് ഓരോന്നും ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു ലോ ടൈമാണ്. ലോ ടൈമിൽ ഇത്ര ഭയങ്കര റഫായിട്ടും ഹാർഡായിട്ടും നമുക്ക് നീക്കാൻ വളരെ പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ എൻ്റേത് ഫുള്ളായിട്ട് നീക്കുകയാണ്. അപ്പോൾ നൈസായിട്ട് നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ എടുക്കാനും നീക്കാനും ഒക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, വളരെ സ്പീഡിലാണ് ഇത് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. ഇത് ആദ്യം കളിച്ച് പരിചയമായിട്ട് മാത്രം ചെയ്താൽ മതി. ഇതുപോലെ നമ്മൾ ആദ്യം ചെയ്തിട്ട് ഇവിടെ ഒളിച്ചിരിക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. അങ്ങനെ ആകുമ്പോൾ ഗ്രാൻഡ്പയോ വരും. പക്ഷേ ഇത് ട്രെയിനിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഓടി പരിശീലിക്കാവുന്നതാണ്. അതിനാണ് ഈ പ്രാക്ടീസ് മോഡ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടിയിൽ ചിലപ്പോൾ നമുക്ക് ഗ്ലാസ് ഫ്യൂസ് അല്ലെങ്കിൽ ടാപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ടാപ്പില്ല, ഗ്ലാസ് ഫ്യൂസും ഇല്ല. ഇത് നമ്മളെ ഈ ബോട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട്, ഈ ബോട്ട് നന്നായി റിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ റിപ്പയർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടാകും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫ്യൂസാണ് സ്പാർക്ക് പ്ലഗ് ആണ് വേണ്ടത്. സ്പാർക്ക് പ്ലഗ്. അടുത്തത് നമ്മുടെ ഗ്യാസോലിൻ ക്യാൻ അഥവാ ഡീസൽ ഓയിലൊക്കെ ക്യാനാണ് ഉദ്ദേശിച്ചത്. അതായത് ഇവിടെ നമ്മുടെ ഇവിടെ നമ്മുടെ സ്റ്റിയറിംഗ് വീൽ വേണം. ഇവിടെ നമ്മുടെ ചാവി വേണം. ചാവി ഉണ്ടെങ്കിലേ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെയുണ്ട്. ഐ ക്യാൻ സ്റ്റാർട്ട് ദ ബോട്ട് ജെറ്റാണ്. അതൊരു സാധനം ആയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഇവിടെ ഒരു പാഡ്ലോക്കിൻ്റെ സംഭവം ഉണ്ടാവും. നമ്മൾ ഗ്രാനി 3 കളിച്ച പോലെ ഒരു ട്രെയിനിൻ്റെ ഭാഗങ്ങളൊക്കെ തുറക്കാനുള്ളത് പോലെ ഇവിടെ പാഡ്ലോക്ക് വെച്ചിട്ട് തുറക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റിക്കർ മാറ്റാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് മുകളിലോട്ട് കയറി പോകാം. അത്യാവശ്യം ഭംഗിയും ഇഷ്ടമുള്ള ഒരു മോഡ് തന്നെയാണ് ഈ ചോര. ഇത് കാണുമ്പോൾ വളരെ രസമാണ്, എന്താണെന്നറിയില്ല. എന്തായാലും ഇവിടെയൊക്കെ ചെക്ക് ചെയ്യാം. ഇത് സ്പീഡ് ചെക്ക് ചെയ്യുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഇതിൽ ഒരു സാധനമേ ഉണ്ടാവുള്ളൂ. ഈ 3 അലമറകളിൽ ഒന്നേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. എന്തായാലും ഏതെങ്കിലും ഒരു സാധനം കിട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ മൊത്തം തുറക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ ഗണ്ണ് എവിടെ ഇതുപോലെ ഈ വെർഷനർ ഇവിടെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഗണ്ണ് ഉറപ്പായിട്ടും ഏത് ഭാഗത്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഉറപ്പായിട്ടും ഈ ഭാഗത്ത് തന്നെ ഉണ്ടാവും. പിന്നെ അതുപോലെ ഈ ഗെയിമിൽ നമ്മൾ